10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ പരീക്ഷിച്ചു വിജയിച്ചു എന്ന തരത്തിൽ ന്യൂയോർക്ക് ടൈംസ് വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇത് പരീക്ഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഇപ്പോഴും ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. എന്നാൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ പത്രങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടാക്കി പുറത്തുവിട്ടത്. ഇതോടെ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയവും ആയുധ ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിനും ഇറാൻ ഒരു പുല്ലുവലിയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇത് ഇസ്രായേലിനും വലിയ രീതിയിൽ കടുത്ത ആഘാതമുണ്ടായിരിക്കുന്നു എന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ കാര്യം, പരമാവധി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദൂരപരിധി കണക്കാക്കുന്നത് 10,000 കിലോമീറ്ററിൻ്റെ താഴെ ചില നഗരങ്ങളും 11,000 കിലോമീറ്ററിനിടയിൽ മറ്റ് ചില നഗരങ്ങളുമാണ്. 10,000 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ചിട്ടുണ്ട് എന്ന്, തദ്ദേശീയപരമായി നിർമ്മിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പറയുന്ന സമയത്ത് ആ മിസൈലുകൾക്ക് 2,000-4,000 കിലോമീറ്റർ പരിധി വീണ്ടും കൂട്ടുക എന്നുള്ളത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ്. അഥവാ 15,000 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ എത്തുകയാണെങ്കിൽ പരമാവധി അമേരിക്കയിലുള്ള സർവ്വ നഗരപ്രദേശത്തിലേക്കും അല്ലെങ്കിൽ പ്രദേശം കേന്ദ്രീകരിച്ചും വേണമെങ്കിൽ ഇറാന് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമൊന്നുമില്ല. അതവർ ഉദ്ഘാടനം എന്ന തരത്തിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ആക്രമിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും വിഷയങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാഷ്ട്രീയമായ രീതിയിൽ വലിയ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് ഇതെത്തിയിരിക്കുന്നു. കാര്യം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഉപരോധം തന്നെയാണ് ഇറാന് നേരെ അമേരിക്ക നടത്തിയത്. ഏറ്റവും ഒടുവിൽ അവരുമായിട്ട് ആണവായുധ സമാധാന ചർച്ച പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചക്കും തങ്ങൾ തയ്യാറല്ല എന്ന് വളരെ കൃത്യതയോടുകൂടി ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖംനായി പറഞ്ഞതോടുകൂടി ആ വാതിലുകൾ അടഞ്ഞു എന്ന് മാത്രമല്ല, ഇറാന് അവരുടേതായിരിക്കുന്ന തദ്ദേശീയപരമായി നിർമ്മിക്കപ്പെട്ട അതിശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ധൈര്യസമേതം പറയുന്നത് പോലും ഈ സംഭവം നടന്നതിന് ശേഷമാണ്. ഇപ്പോൾ പറയുന്ന കാര്യം, ഹൈപ്പർസോണിക് മിസൈലിനെ നിലവിൽ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ പ്രതിരോധ സംവിധാനത്തിൽ തകർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രമല്ല, അതിൽ ആണവായുധ ഫോർമുലകൾ ഉണ്ട്, അത് വഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇറാൻ ഇതുവരെ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ആണവായുധമുള്ള രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ ഇറാൻ്റെ പേരില്ല. എന്നാൽ ആണവായുധമുള്ള രാജ്യം, അതായത് അപ്രഖ്യാപിത ആയുധമുള്ള രാജ്യം എന്ന തലക്കെട്ട് നോക്കുന്ന സമയത്ത് അതിൽ ആദ്യത്തെ പേര് ഇറാൻ്റേതാണ് വരിക. അവർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നല്ലാതെ അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ലോകം വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ഇസ്രായേൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം തുടങ്ങിയിരിക്കുന്ന ഒരു ആക്രമണത്തിലും കൃത്യമായ രീതിയിൽ ഒരു വിജയം നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സർവ്വ മേഖലയിലും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ 2,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളായിരുന്നു നിർമ്മിച്ചത്. അന്ന് ഇറാൻ പറഞ്ഞിരിക്കുക പ്രധാനമായിരിക്കുന്ന കാര്യം, തങ്ങളുടെ ശത്രുവിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികൾ ഞങ്ങൾ പൂർത്തിയായിരിക്കുന്നു, ഇനി അതിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണം ഏറെക്കുറെ വല്ലാതെ വൈകാതെ ഉണ്ടാകും എന്നവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഏകദേശം 2024 കാലഘട്ടത്തിലാണ് പറഞ്ഞത്. 2025 കൂടിയിട്ട് ഇസ്രായേൽ തന്നെ വളരെ അപ്രഖ്യാപിതമായ രീതിയിലുള്ള ഒരു ആക്രമണം ഇറാന് നേരെ നടത്തി. അതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല അവസരം അവർ വളരെ തന്ത്രപൂർവ്വം അത് പ്രയോഗിക്കുകയും ചെയ്തു. അതോടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 2,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിൻ്റെ നിർമ്മിതി അവർ പൂർത്തിയാക്കി വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു. ഒരു പക്ഷേ ഇറാൻ അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവാം. അവരുടെ നിർമ്മിതികളൊന്നും പാഴായി പോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ 10,000 കിലോമീറ്റർ ഇപ്പോൾ പുറത്ത് വന്നതോടുകൂടി അത് അമേരിക്ക അല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിലും അത് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്.
കാര്യം ഇസ്രായേലാണ് ആക്രമിക്കുന്നതെങ്കിൽ 2000 കിലോമീറ്റർ മതി. ആ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഹൈപ്പർസോണിക് മിസൈലാണെങ്കിലും ഇറാൻ്റെ കൈവശത്തിൽ ഇഷ്ടം പോലെ അതുണ്ട്, അതവർ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേരെ ഒരു കൊമ്പ് കോർക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അത് വലിയ രീതിയിലുള്ള ആഘാതം അമേരിക്കക്കുണ്ടാകും എന്നുള്ളതാണ്. അതിന് മുൻപ് തന്നെ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അറബ് രാജ്യത്തിലുള്ള അമേരിക്കൻ ബേസുകൾ സുരക്ഷിതമല്ല എന്ന്. ആ സുരക്ഷിതമല്ല എന്ന് അവർ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അത് തങ്ങളുടെ നിയന്ത്രണത്തിലും തങ്ങളുടെ ലക്ഷ്യപരിധിയിലും ഉള്ളതാണ്. ഏത് അറബ് രാജ്യത്തും അമേരിക്ക എയർബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണമായിരിക്കുന്ന സുരക്ഷാ സംവിധാനം അതിനൊരുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കില്ല. അതിൻ്റെ ഉദ്ഘാടനം അവർ നിർവഹിച്ചത് ജോർദാനിലുള്ള അമേരിക്കയുടെ എയർബേസിനെ ആക്രമിച്ചുകൊണ്ടാണ്. ജോർദാനിലുള്ള അമേരിക്കയുടെ എയർബേസ് സത്യത്തിൽ ആക്രമിച്ചത് ഇറാനല്ല, പക്ഷേ ഇറാൻ്റെ പ്രോക്സി വിഭാഗമാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് എന്ന് പറയപ്പെട്ടിരുന്നു, പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു ആക്രമണമായിരുന്നു. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സ്തംഭിച്ചു പോയതാണ്. ഏത് തരത്തിലാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലും അവർ അഭിപ്രായ ഭിന്നതയിൽ എത്തിയിരുന്നു. അത് ബൈഡൻ ഭരിക്കുന്ന സമയത്താണ്. 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അതിന് തിരിച്ചടി എന്നോണം, അതും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനു ശേഷം അമേരിക്കയിൽ നിന്നൊരു തിരിച്ചടി ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ ഉണ്ടാകുന്നത്. അത് ആക്രമണത്തിലും വേണ്ട രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയിൽ നിന്ന് മിസൈൽ പായിച്ചുകൊണ്ടാണ് ഇറാഖിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് എന്നാണ് അന്നത്തെ സ്ഥിരീകരണം, അല്ലെങ്കിൽ അന്നത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് അങ്ങനെയാണ്. പക്ഷേ കൃത്യമായിരിക്കുന്ന അടിക്ക് തിരിച്ചടി എന്ന പോലെ ഒരു അടി നടത്തുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നല്ല, അമേരിക്ക ഭയപ്പെട്ടു പോയി. ഇത് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത്. ജോർദാൻ്റെ എയർബേസ് എല്ലാ കാലത്തും സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രമാണ്, മേഖലയാണ്. അത് പ്രത്യേകമായിരിക്കുന്ന ഏകദേശം 2.8 കിലോമീറ്റർ ദൂരപരിധിയിൽ അവരങ്ങനെ വലിയ വിശാലമായിരിക്കുന്ന ഒരു സംവിധാനത്തോടു കൂടിയാണ് എയർബേസ് ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 7 കിലോമീറ്ററിലധികം ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഈ പരിധിയിലേക്ക് ഇതുവരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. വളരെ സിമ്പിളായ രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു ആക്രമണം നടത്തുന്നു, ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം. പിന്നീട് ഇറാനുമായിട്ടുള്ള ഇടപെടലൊക്കെ വളരെ ശ്രദ്ധയോടു കൂടിയാണ് അമേരിക്ക കൈകാര്യം ചെയ്തത്. കാര്യം ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം പലതരത്തിലുള്ള, അതായത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും കവചിത വാഹനങ്ങളും അടക്കം വലിയ സംവിധാനം ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തെല്ലാം അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് അന്താരാഷ്ട്ര മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേലിനെതിരെയുള്ള ഗസയുടെ അല്ലെങ്കിൽ ഹമാസിൻ്റെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, പക്ഷേ വേറൊരു രാജ്യം ഇതിൽ ഇടപെടുകയാണെങ്കിൽ അത് ഇടപെടാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഇറാനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ അമേരിക്ക ഒരു ഇടപെടലും ഇറാനെതിരെ നടത്തിയിട്ടില്ല. കാര്യം അതിനുശേഷം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് ചുരുക്കം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം 2000 കിലോമീറ്ററുടെ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ചത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ തന്നെ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. 10,000 കിലോമീറ്റർ ഏറെക്കുറെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് തരത്തിലാണ് പ്രയോഗിക്കുക എന്നുള്ളത് ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഒരു പക്ഷേ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 500 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് റഷ്യക്ക് വേണ്ടിയിട്ട് ഇറാൻ നിർമ്മിച്ചതാണ്. ഉക്രൈനെതിരെ പ്രയോഗിച്ചതും അതുതന്നെയാണ്. അപ്പോൾ ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങൾ അതിശക്തമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചാ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ, ഈ മിസൈൽ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ഒടുവിലെങ്കിലും ഇസ്രായേൽ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ നിർമ്മിതി വലിയ രീതിയിലുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട്, അതായത് അമേരിക്കക്കെതിരെ ലക്ഷ്യം കണ്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.